ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി. ശ്ലോകാലാപനം മാതാ നിത്യചിന്മയി. ഷഷ്ടസർഗം ബ്രഹ്മചര്യം. ശ്രദ്ധാവാൻ ബ്രഹ്മചാരീ തു പ്രസ്തുതം ധർമ്മപഞ്ചകം അനുസ്മരേച്ചാനുതിഷ്ഠേത് തഥാ തത് ശുദ്ധിപഞ്ചകം. ശ്രദ്ധാവാൻ ബ്രഹ്മചാരീ തു, ശ്രദ്ധയുള്ള ബ്രഹ്മചാരി, ഭക്തിയുള്ള ബ്രഹ്മചാരി, വിശ്വാസമുള്ള ബ്രഹ്മചാരി ആകട്ടെ പ്രസ്തുതമായ ധർമ്മപഞ്ചകം, ധർമ്മപഞ്ചകത്തെ അനുസ്മരേത്, എപ്പോഴും അനുസ്മരിക്കണം, ഓർക്കണം. ഈ ധർമ്മപഞ്ചകം ജീവിതത്തിൽ പൂർണ്ണതയോടുകൂടി പാലിക്കുന്ന ഒരു വ്യക്തി നല്ല പ്രകാശമുള്ള ഒരു വിളക്ക് പോലെയായിരിക്കും. നമ്മൾ അധികമൊന്നും ജീവിതത്തിൽ പഠിക്കണം, ധർമ്മപഞ്ചകം പഠിച്ചാൽ മതി. ഈ ശിഷ്യൻ എപ്പോഴും ഓർക്കണം ഈ ധർമ്മപഞ്ചകം. കൊല്ലുക, ഒന്നിനെയും കൊല്ലരുത്. കൊല്ലരുത് എന്നുള്ളത് നിങ്ങൾ ഓർത്താൽ തന്നെ എത്ര നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു ജീവിയെ കൊല്ലരുത്, മനുഷ്യനെ കൊല്ലരുത് എന്ന് നിങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ കൊല്ലരുത് എന്നുള്ളത് ആഴത്തിൽ പതിയും. കൊല്ലരുത് എന്നുള്ളത് കുറച്ചുകൂടി നമ്മൾ വിശാലമായി മനസ്സിലാക്കുകയാണെങ്കിൽ വേദനിപ്പിക്കരുത് എന്നുകൂടി. വേദനയിലും കൊല്ലുന്നതിനുള്ള പ്രവണതയുണ്ട്. അപ്പൊ വേദനിപ്പിക്കരുത്, കൊല്ലരുത് എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും കടന്നു വരുമ്പോൾ അഹിംസ വലിയ അർത്ഥമുള്ള ഒരു വാക്കായിട്ട് തീരും. അഹിംസ അപ്പോൾ ശിഷ്യന്മാര് എപ്പോഴും ഓർക്കണം, ഞാൻ ഒന്നിനെയും ഹിംസിക്കുന്നില്ല എന്നുള്ള അവബോധവും ഉറപ്പും അവൻ വരുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ മോഷണം, മോഷ്ടിക്കുക എന്ന് പറയുന്നത് വേറൊരുവന്റെ അധീനതയിലിരിക്കുന്ന വസ്തു അവന്റെ അനുവാദമില്ലാതെ തൻ്റേതാക്കി മാറ്റുന്നതാണ് മോഷണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് ബോധം അവനിലുണ്ടെങ്കിൽ അവനിലൊരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികത അവനുണ്ടായിരിക്കണം. അത് മദ്യപാനം അതുപോലെ. പ്രത്യേകിച്ചും ഗുരുകുലത്തിൽ വസിക്കുന്ന കുട്ടികൾക്ക് മദ്യലഭ്യത വളരെ കുറവായിരിക്കും. എന്നാൽ ഇന്നത്തെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മദ്യലഭ്യത വളരെ കൂടുതലാണ്. കുട്ടികൾ ബിവറേജസിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്നതായിട്ട് പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. വിദ്യാർത്ഥികൾ മാത്രമല്ല, വിദ്യാലയത്തിന്റെ പരിസരത്ത് പൈസ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് മദ്യം വിൽക്കുന്ന ആളുകളുണ്ട് ധാരാളം. പക്ഷെ ഒരു ഗുരുകുലത്തിന്റെ വളരെ സുരക്ഷിതമായ അന്തരീക്ഷത്തില് അത്തരം സ്വാധീനങ്ങളിൽ നിന്നുള്ള മുക്തി കുട്ടികൾക്കുണ്ടാകും. വ്യഭിചാരം ശരിക്കും ആധുനിക കാലഘട്ടത്തില് കുട്ടികളെ നമുക്ക് നിയന്ത്രിക്കാൻ വളരെ പ്രയാസമുണ്ട്. ഒന്ന്, ആധുനിക കാലത്തിൽ ഇൻഫോർമേഷൻ എക്സ്പ്ലോഷനാണ്, അറിവുകളുടെ വിസ്ഫോടനമാണ് ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത്. എന്നാൽ ഒരു കുഞ്ഞിനെ ഗുരുകുലത്തിൽ പറഞ്ഞയക്കുമ്പോൾ ഗുരുകുല അന്തരീക്ഷത്തിൽ അത്തരം ഒരു പോസിബിൾ എക്സ്പ്ലോഷൻ, ഗുണകരമല്ലാത്ത എക്സ്പ്ലോഷൻ അവർക്ക് ലഭിക്കാൻ അത് വരുമ്പോൾ തന്നെ അവർ കുറെ കൂടി ധാർമ്മിക ജ്ഞാനത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കും. ഇന്ന് അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ നന്മയുടെയും തിന്മയുടെയുമായിട്ടുള്ള ഒരു സ്രോതസ്സാണത്. അപ്പൊ അതിൽ നിന്നൊക്കെ അവർക്ക് ലഭിക്കുന്ന പ്രചോദനങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ തന്നെ അവർ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. സ്വാഭാവികമായിട്ട്
ലോകത്തിൻ്റെ സ്വാധീനം കുട്ടികളിലേക്ക് കടന്നു വരുന്നത് കൊണ്ടാണ് അവരിൽ ലൈംഗികമായിട്ടുള്ള ചോദനകളും കടന്നു വരുന്നത്. അതുകൊണ്ട് ഒരു മൂല്യമായിട്ട് അവരെ ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നില്ല അതൊന്നും. പക്ഷെ ഗുരുകുലത്തിൻ്റെ അന്തരീക്ഷത്തിൽ അത് ലഭിക്കുന്നു എന്നുള്ളത് ഗുരു പറയുന്നു. അസത്യം പറയരുത്. അസത്യം പറയരുത് എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോരുത്തരും അവരവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് വേറൊരാളെ കുറിച്ച് പലതും പറയും, വേറൊരാളെ വഞ്ചിക്കാൻ പലതും പറയും, മോശക്കാരാക്കാൻ പലതും പറയും, തന്നെ ഉയർത്താനായിട്ട് പലതും പറയും. അങ്ങനെ അസത്യഭാഷണം എന്ന് വർദ്ധിച്ചിരിക്കുന്നു. അതിൽ നിന്ന് സത്യഭാഷണത്തിലേക്ക് ഉയർത്താനുള്ള ഒരു മാർഗം ഗുരുകുല ജീവിത പരിസരം തന്നെയാണ് എന്ന് ഗുരു ഇവിടെ പറഞ്ഞു തരുന്നു. ധർമ്മപഞ്ചകം വിദ്യാർത്ഥികൾ ശിഷ്യന്മാരെപ്പോഴും ഓർക്കണം. ധർമ്മപഞ്ചകം അതുപോലെ തന്നെ തത് ശുദ്ധിപഞ്ചകം, ആ ശുദ്ധിപഞ്ചകത്തെ അനുഷ്ഠിക്കുകയും ചെയ്യണം. ശുദ്ധിപഞ്ചകം എന്ന് പറഞ്ഞാൽ കായശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി. ഇവിടെ ഗൃഹം എന്നത് ഗുരുകുലം തന്നെയാണ്. തൻ്റെ വാക്കുകളിൽ ശുദ്ധി ഉണ്ടാകണമെങ്കിൽ നിരന്തരം സ്വാധ്യായം ചെയ്യണം ആ ശിഷ്യൻ. നിരന്തരം ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ഉറക്കെ വായിച്ച് പഠിക്കുന്നതിനെ സ്വാധ്യായം എന്ന് പറയും. സ്വാധ്യായത്തിലൂടെ നല്ല ഒരു വൊക്കാബുലറി, ഒരു പദകോശം ആ കുട്ടിക്ക് കിട്ടും. സഭ്യമായ വാക്കുകൾ പറയാൻ ആ കുട്ടിക്ക് കഴിയും. കായശുദ്ധി സ്നാനത്തിലൂടെ, ആരോഗ്യകരമായ സ്നാനത്തിലൂടെ കായശുദ്ധി വർദ്ധിപ്പിക്കാം, മനഃശുദ്ധി വർദ്ധിപ്പിക്കാം. മന്ത്രങ്ങൾ ചൊല്ലുന്നതിലൂടെ മനഃശുദ്ധി വർദ്ധിപ്പിക്കാം. ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി, ഇത്രയും കാര്യങ്ങളാണ് ശുദ്ധി പഞ്ചകത്തിൽ. അപ്പോൾ രണ്ടും ശിഷ്യന്മാർ നല്ലവണ്ണം പഠിക്കണം. ശിഷ്യന്മാർ മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാവരും പഠിക്കണം. ഗുരുവിൻ്റെ പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. ബലാദാവർജകാർത്ഥേഷു ചലച്ഛേദോ നിരോധയേത് വിനാ തന്നിഗ്രഹം കാഷ്ഠാം പുരുഷോ നാധിഗച്ഛതി. ആവർജകാർത്ഥേഷു, ആവർജകം എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക എന്നാണ്. വശീകരിക്കുക, ആവർജിക്കുക എന്ന് പറഞ്ഞാൽ വശീകരിക്കുന്ന. ചലത് ചേതഃ, വശീകരിക്കുന്ന വസ്തുക്കളിൽ ചലിച്ചു പോകുന്ന മനസ്സിനെ, പ്രലോഭനീയമായ വശീകരണത്വമുള്ള വസ്തുക്കളിലേക്ക് മനസ്സ് ചലിച്ചു പോകും. അങ്ങനെ ചലിച്ചു പോകുമ്പോൾ ബലമായിട്ട് തന്നെ നിരോധയേത്, ആ മനസ്സിനെ നിരോധിക്കണം. ഒത്തിരി വിഷയങ്ങളുണ്ട് ലോകത്ത് നമ്മളുടെ മനസ്സിനെ വലിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങ് വലിച്ചു കൊണ്ടുപോകും അങ്ങോട്ട്. ലോകത്ത് സമ്പത്ത് മാത്രമല്ല, അംഗീകാരം, ഭക്ഷണം, സ്ത്രീ പുരുഷ താല്പര്യം, ഇതൊക്കെ ബലമായിട്ട് തന്നെയാണ് വലിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു നിയന്ത്രണം ഉണ്ടാകണം. നിരോധിക്കണം. അങ്ങനെ പ്രലോഭനീയമായ വശീകരണത്വമുള്ള വസ്തുക്കളിലേക്ക് മനസ്സ് പോകുമ്പോൾ ശിഷ്യന്മാരായിട്ടുള്ള കുട്ടികൾ അവരുടെ മനസ്സിനെ നിയന്ത്രിക്കണം. തന്നിഗ്രഹം വിന, അതിൻ്റെ നിഗ്രഹം കൂടാതെ പുരുഷൻ, മനുഷ്യൻ കാഷ്ടാം, ഉത്കർഷത്തെ അധികച്ചതി, പ്രാപിക്കുന്നില്ല. അപ്പോൾ മൈൻഡ് കൺട്രോൾ എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ചും ഗുരുവിനെ പഠിക്കുമ്പോൾ, ഗുരുവിനെ മനസ്സിലാക്കുമ്പോൾ. ഗുരുകുലത്തിൽ ശിഷ്യന്മാരായിട്ടുള്ള വന്നിട്ടുള്ള എല്ലാവർക്കും മൈൻഡ് കൺട്രോൾ വളരെ അത്യാവശ്യമാണ്. ഒരു വിധം മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ വലിയ ദുരന്തങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട്. അപ്പോൾ പ്രലോഭനീയമായ വിഷയങ്ങളിൽ ആവർജകാർത്ഥേഷു മനസ്സ് ചലിച്ചു പോകുന്നുണ്ടെങ്കിൽ ബലാത്കാരേണ നിരോധിക്കണം അതിന് അങ്ങ് പോകുന്നത്. അപ്പം അത്രയും അവബോധം നമുക്ക് വേണ്ടേ. നമ്മുടെ മനസ്സ് എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നു,
എന്ന് അറിയാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. ആ കപ്പാസിറ്റിയും വളർത്തിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഉത്കർഷത്തെ പ്രാപിക്കാൻ നമുക്ക് പറ്റും. അല്ലാത്ത പക്ഷം ഉത്കർഷം ഉണ്ടാകുന്നില്ല. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാകുന്നില്ല, വികാസം ഉണ്ടാകുന്നില്ല എന്നൊക്കെ. അപ്പം അതിന് അത്യാവശ്യമായി വേണ്ടത് ഇതാണ്: ഏതൊരു ലക്ഷ്യമാണോ നമുക്കുള്ളത്, ആ ലക്ഷ്യത്തിലേക്ക് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുകയും ഇതര വസ്തുക്കളിലേക്ക്, പ്രലോഭനീയമായ വസ്തുക്കളിലേക്ക് മനസ്സ് പോകുന്നുണ്ടെങ്കിൽ അതിനെ അവിടെ നിന്ന് തടുക്കുകയും ചെയ്യണം. ഇത് രണ്ടും ആ വ്യക്തി ചെയ്താൽ മാത്രമാണ് ഉത്കർഷം ഉണ്ടാവുകയുള്ളൂ. അടുത്ത ശ്ലോകം: ഇന്ദ്രിയാണാമേകതമം യദ്യന്യത്ര പ്രവർത്തതേ പ്രജ്ഞാപിതേന നിർഗത്യ വ്രതഭംഗായ കൽപ്പതേ. ഇന്ദ്രിയാണാം ഏകതമം, ഇന്ദ്രിയങ്ങളിലൊന്ന് യതി അന്യത്ര പ്രവർത്തതേ, വേറൊരിടത്ത് വർത്തിക്കുകയാണെങ്കിൽ പ്രജ്ഞ അഭി, പ്രജ്ഞയും തേന നിർഗത്യ, അതോടുകൂടി നിർഗമിച്ച് വ്രതഭംഗായ കൽപ്പതേ, വ്രതഭംഗത്തിനായിട്ട് ഭവിക്കുന്നു. വ്രതഭംഗം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യ വ്രതം ശീലിക്കുന്ന ഒരു വ്യക്തി ഒരു ഇന്ദ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഏതെങ്കിലും ഒരു ഇന്ദ്രിയം ഒരു വിഷയത്തിലേക്ക് തെന്നിപ്പോവുകയാണെങ്കിൽ അവൻ്റെ മനസ്സും അങ്ങോട്ട് പോകുന്ന പറയുന്നത്. ഒരുവന്റെ ഇന്ദ്രിയം ഒരു വിഷയത്തിൽ അങ്ങ് തെന്നിപ്പോയാൽ അവൻ്റെ പ്രജ്ഞയും അങ്ങോട്ട് പോകും. അങ്ങനെ പോയാൽ മനസ്സും കൂടി പോയാലോ വ്രതഭംഗം ഉണ്ടാകും. വ്രതഭംഗം ഉണ്ടാകുമെന്നാണ്. വ്രതം എന്ന് പറഞ്ഞ നിഷ്ഠ, ആ നിഷ്ഠ നഷ്ടപ്പെട്ടു പോകും, തെറ്റിപ്പോകും എന്ന് ഗുരു പറയുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങളിൽ സംയമം ഉണ്ടാവുകയാണെങ്കിൽ നിഷ്ഠയിൽ നമുക്ക് ഉറച്ചിരിക്കാൻ കഴിയും. ഇന്ദ്രിയങ്ങളിൽ സംയമം ഉണ്ടാകുന്നില്ലെങ്കിൽ വ്രതഭംഗം ഉണ്ടാവുകയും അതിലൂടെ അവൻ്റെ ശ്രദ്ധയ്ക്ക് കോട്ടം തട്ടുകയും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തകർച്ചകൾ ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല അറിവ് വേണ്ടത്ര പ്രകാശിക്കാതെ പോവുകയും ചെയ്യും. ഗുരുവിൻ്റെ കൃപ അവന് ലഭിക്കാതെ പോവുകയും ചെയ്യും. അങ്ങനെയാണ് ഒരുവൻ്റെ ജീവിതത്തിൽ ഗുരുകുലവാസത്തിന് ശേഷവും ജീവിതത്തിൽ തകർച്ചയും മൂല്യച്യുതിയും ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഗുരുകുല അന്തരീക്ഷത്തിൽ ബ്രഹ്മചര്യം, വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിരവധി അനുബന്ധിതമായ കാര്യങ്ങൾ ചേർന്ന് വരണം. അതിൽ ഒന്നാണ് ഇന്ദ്രിയ നിഗ്രഹം വേണമെന്ന് പറയുന്നത്. ഒരു ഇന്ദ്രിയം ഒരു വസ്തുവിലേക്ക്, ഒരു വിഷയത്തിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് ഒലിച്ചു പോവുകയാണെങ്കിൽ അവൻ്റെ മനസ്സും അങ്ങോട്ട് പോവുകയും മനസ്സ് ബ്രഹ്മനിഷ്ഠയിൽ നിന്ന് മാറുകയും ചെയ്യും. അത് സ്വാഭാവികമായ ഒരു പരിണതിയാണ്. അതുകൊണ്ട് പറയുന്നു, ശ്രദ്ധയുള്ളവരായിരിക്കണം, ജാഗരൂകതയുള്ളവരായിരിക്കണം ശിഷ്യന്മാർ എന്ന് പറയുന്നു. തദിന്ദ്രിയാണി സമയേ ബുദ്ധിമാനുപരോധയേത് ഇന്ദ്രിയോ പരമഃ സത്യം തപോവർത്മനി സംശ്രയഃ. തത് അതുകൊണ്ട് സമയേ യഥാകാലം ബുദ്ധിമാൻ ബുദ്ധിയുള്ളവൻ ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ ഉപരോധയേത് നിയന്ത്രിക്കണം. ഇന്ദ്രിയോപരമ ഇന്ദ്രിയ നിഗ്രഹമാണ് സത്യം, സത്യമായി തപോവത്മനി സംശ്രയ തപോമാർഗത്തിലുള്ള പ്രധാന കർത്തവ്യം. അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കണം. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുന്നതിൻ്റെ പേര് തന്നെയാണ് യഥാർത്ഥത്തിൽ തപസ് എന്ന് പറയുന്നത്. തപസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക, ഇന്ദ്രിയങ്ങളെ അടക്കുക, ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നാണ് തപസ് എന്ന വാക്കിന്റെ അർത്ഥം. ഇന്ദ്രിയോപരമൻ, ഉപരമത്വം എന്ന് പറഞ്ഞാൽ, ഉപരാമം എന്ന് പറഞ്ഞാൽ നിയന്ത്രണം എന്നാണ് ഉപരാമം എന്ന വാക്കിന്റെ അർത്ഥം. ഇന്ദ്രിയങ്ങൾ ഉപരമിപ്പിക്കുക, ഉപരമിപ്പിക്കുക എന്ന് വെച്ചാൽ പിൻവലിക്കുക. എങ്ങനെ പിൻവലിക്കണം? ആമ എങ്ങനെയാണോ കൈകാലുകളും തലയും ഉള്ളിലേക്ക് വലിക്കുന്നത്,
അതുപോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളുടെ ലോകത്തിനുള്ളിലേക്ക് വലിക്കണം എന്ന് ഭഗവത്ഗീത ഒരു ഉപമ പറയുന്നുണ്ട്. കൂർമ്മോ അംഗാനി സർവശഃ, കൂർമ്മം അംഗങ്ങളെ എല്ലാ വശത്തു നിന്നുള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഒരു ബ്രഹ്മചാരി പ്രലോഭനീയമായ വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ നീണ്ടുപോകുമ്പോൾ ആ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കണം. അതാണ് തപസ്സിന്റെ മാർഗം എന്ന് പറയുന്നത്. ബുദ്ധിമാനായിരിക്കുന്ന ഒരു ശിഷ്യന് മാത്രമാണ് ഇന്ദ്രിയങ്ങൾ ബഹിർഗമിക്കുന്നത് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഇന്ദ്രിയങ്ങൾ ബഹിർഗമിക്കുമ്പോൾ അവയെ അകത്തേക്ക് തന്നെ തിരിച്ച് മടക്കി വെക്കുന്ന അത് തപസ് എന്ന് പറയും. അതാണ് യഥാർത്ഥത്തിൽ തപസ് എന്ന് പറയുന്നത്. ഇത് നല്ലവണ്ണം അറിഞ്ഞിരിക്കണം തപസ്സിന്റെ മാർഗം എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മചര്യത്തെ സംബന്ധിച്ച ഈ അധ്യായം നിരൂപണം ചെയ്യുന്ന വിഷയങ്ങൾ നിരവധിയാണ്. ആധ്യാത്മികങ്ങളായ കാര്യങ്ങളാണ് പറയുന്നത്, ഉപദേശം മാത്രമല്ല. അടുത്ത ശ്ലോകം. നിഷ്കാസയേത് ഗുരുകുലാത് ദുർവിനീതമനാശ്രവം ബ്രഹ്മചാരിണമന്യേഷാം ദുസംസർഗനിവൃത്തയേ. ഗുരുകുലാത്, ഗുരുകുലത്തിൽ നിന്ന് ദുർവിനീതം, വണക്കമില്ലാത്തവനും അനാശ്രവം, ഗുരുവിന്റെ ആജ്ഞ അനുസരിക്കാത്തവനും ആയ ബ്രഹ്മചാരിണം, ബ്രഹ്മചാരിയെ അന്യേഷാം, മറ്റുള്ളവരുടെ ദുസ്സംസർഗ നിവൃത്തയെ, ദുസ്സംസർഗ നിവൃത്തിക്കായി നിഷ്കാസയേത്, നിഷ്കാസിക്കണം, അകറ്റണം എന്നാണ് പറയുന്നത്. ഗുരുകുലത്തില് ശിഷ്യന്മാര് അനേകം പേര് താമസിക്കുന്നു. അതിൽ ഒരു ശിഷ്യൻ ഗുരു പറയുന്ന ഒന്നും കേൾക്കില്ല. അവൻ ഗുരു പറയുന്നതിനെ ധിക്കരിക്കും. അങ്ങനെ ഒരു വ്യക്തി ഗുരുകുലത്തിലുണ്ടെങ്കിൽ ഗുരു പരമാവധി അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവൻ വീണ്ടും വീണ്ടും അവൻ്റെ പൂർവ ജന്മത്തിലെ വാസനകൾ കൊണ്ട് ഗുരുനിഷേധിയായി തീരുന്നെങ്കിൽ അവനെ നല്ല കുട്ടികൾ വളരുന്ന ഗുരുകുലത്തിൽ നിന്ന് മാറ്റി നിർത്തണം. അവരുടെ കൂടെ താമസിപ്പിക്കാൻ പാടില്ല അവനെ. കാരണം അവന്റെ സംസർഗം മറ്റു കുട്ടികൾക്ക് ദുസ്സംസർഗമായിട്ട് മാറും. ദുസ്സംസർഗം എന്ന് പറഞ്ഞാൽ നല്ല കുട്ടികളും അവനെ പോലെയായിട്ട് തീരും എന്നുള്ളതാണ്. അതായത് ഗുരുവിന്റെ ശിക്ഷണം സ്വീകരിക്കാൻ സന്നദ്ധരായി എത്തിയിട്ടുള്ള നല്ല ബുദ്ധിയുള്ള കുട്ടികളും ഗുണങ്ങളുള്ള കുട്ടികളും പെട്ടെന്ന് ദുസ്സംസർഗത്തിന് ഇരയായിട്ട് തീരും. അപ്പോൾ ദുസ്സംസർഗം ഗുരുകുലത്തിൽ വരാതിരിക്കണമെങ്കിൽ ദുർവിനീതരായിട്ടുള്ള ധിക്കാരികളായിട്ടുള്ള ഏതെങ്കിലും ബ്രഹ്മചാരികൾ ഒരു ഗുരുകുലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഗുരു അവരെ ശ്രദ്ധിച്ച് അവരെ മാറ്റി താമസിപ്പിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞു വിടുകയോ ചെയ്യണം. അല്ലാതെ അവിടെ അവർക്ക് കൊടുക്കേണ്ടുന്ന എഡ്യൂക്കേഷൻ ഈ നല്ല കുട്ടികളുടെ കൂട്ടത്തിൽ വെച്ച് കൊടുത്താൽ ഒരിക്കലും നല്ല കുട്ടികൾ ചീത്തയിലേക്ക് മാറുകയല്ലാതെ ഇങ്ങോട്ട് മാറ്റം ഉണ്ടാവുകയില്ല. അത് ഗുരു ഒബ്സർവ് ചെയ്യണം നല്ലവണ്ണം. കുട്ടികളിൽ ഏതെങ്കിലും ദുർഗുണം പുറത്തെടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധയോടെ നോക്കിയിരിക്കണം. അപ്പൊ നിഷ്കാസയേത് ഗുരുകുലാത് ദുർവിനീതമനാശ്രവം ബ്രഹ്മചാരിണമന്യേഷാം ദുസ്സംസർഗ നിവൃത്തയേ. അവിശേഷേണ പിതരൗ ആചാര്യശ്ച കൃപാബലാത് പോഷേധികാരിണസ്തസ്യ സ്ഥൂല സൂക്ഷ്മ ശരീരയോഃ. പിതരോ മാതാപിതാക്കളും ആചാര്യഹാച ഗുരുവും കൃപാബലാത് ദയവ് കൊണ്ട് അവിശേഷേണ ഒരുപോലെ തസ്യ അവന്റെ ബ്രഹ്മചാരിയുടെ സ്ഥൂല സൂക്ഷ്മ ശരീരയോഹോ സ്ഥൂലവും സൂക്ഷ്മവുമായ ശരീരങ്ങളുടെ പോഷണത്തിൽ അധികാരികളാകുന്നു.
അതായത് ഒരു ഗുരുവും അവൻ്റെ അച്ഛനും അമ്മയും ഗൃഹസ്ഥാശ്രമിയാണ്. ഒരു ഗുരുവിൻ്റെ ഗുരുകുലത്തിലെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു? ഗൃഹസ്ഥാശ്രമികളുടെ ദാനം കൊണ്ടാണ് നടക്കുന്നത്. ഒരു കുഞ്ഞ് ഗുരുകുലത്തിൽ പോയിട്ട് പഠിക്കുമ്പോൾ അവന് ഗുരു അന്നം കൊടുക്കുന്നു. ഈ അന്നം ഒരു ഗുരുവിന് എവിടെ നിന്ന് കിട്ടുന്നു? ഗൃഹസ്ഥാശ്രമികളിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ ഒരു കുഞ്ഞിനെ ഗുരുകുലത്തിലേക്ക് കൊണ്ടുവിടുമ്പോൾ ആ അച്ഛനും അമ്മയും ആ ഗൃഹസ്ഥൻ എന്ന നിലയിൽ ഈ കുഞ്ഞിൻ്റെ പോഷണ കാര്യത്തിൽ, ഈ കുഞ്ഞിൻ്റെ മാത്രമല്ല മറ്റു കുഞ്ഞുങ്ങളുടെയും പോഷണ കാര്യത്തിൽ ശ്രദ്ധയുള്ളവർ ആയിരിക്കണം. അതുപോലെ ഗുരു ആ ശിഷ്യൻ്റെ ബ്രഹ്മചാരിയുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ പോഷണ കാര്യത്തിലും ശ്രദ്ധാലുവായിരിക്കണം. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ പോഷണം ഗുരു കൊടുക്കുന്നു. ശരീരത്തിൻ്റെ പോഷണം മാതാപിതാക്കൾ കണ്ടെത്തി കൊടുക്കണം. അല്ലാതെ ഒരു കുഞ്ഞിനെ സൃഷ്ടിച്ചിട്ട് ഗുരുവിൻ്റെ അടുത്ത് കൊണ്ട് ആക്കിയിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്ന അച്ഛനമ്മമാർ ആണെങ്കിൽ ഈ ലോകത്ത് വളരെ സുഖമാണ്. കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ച് കൊണ്ടുപോയിട്ട് ഗുരുവിന് കൊടുത്തേക്കാം എന്ന് പറയും. അപ്പോൾ അവർ ഉത്തരവാദികളാണ്. കുഞ്ഞിൻ്റെ ഭൗതികമായിട്ടുള്ള നിലനിൽപ്പിൻ്റെ ഉത്തരവാദികൾ കൂടിയാണ്. അവർ കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മങ്ങളിലൂടെ ആ കുഞ്ഞിൻ്റെ ശാരീരിക പോഷണത്തിൻ്റെ ഉത്തരവാദികൾ കൂടിയാണ് അവർ. അടുത്ത ശ്ലോകം. വദേത് സത്യം ചരേത് ധർമ്മം സ്വാധ്യായം നിത്യമാചരേത് കുശലാ സത്യധർമാഭ്യാം ന പ്രമാദ്യേത് വിഭൂതയേ. സത്യം വദേത്, സത്യം പറയണം. ധർമ്മം ചരേത്, ധർമ്മം ആചരിക്കണം. സ്വാധ്യായം നിത്യം ആചരേത്, വേദപഠനം എന്നും ആചരിക്കണം. കുശലാത്, ക്ഷേമത്തിൽ നിന്നും കുശലത്തിൽ നിന്നും, സത്യധർമാഭ്യാം, സത്യധർമ്മങ്ങളിൽ നിന്നും, വിഭൂതയെ, ഐശ്വര്യത്തിനായി, ന പ്രമാദ്യേത്, വ്യതിചലിക്കരുത്. ഗുരു ശിഷ്യന് കൊടുക്കുന്ന ഉപദേശമാണ്. സത്യം പറയണം. ഇത് ഉപനിഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. തൈത്തിരീയ ഉപനിഷത്തിലെ ഗുരു ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉപദേശമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. വേദമനൂച്യ ആചാര്യോ അന്തേവാസിനം അനുശാസ്തി. അന്തേവാസികളോട് വേദത്തെ പഠിപ്പിക്കുന്ന ആചാര്യൻ പറയുന്നതാണ്, സത്യം വദ ധർമ്മം ചര സ്വാധ്യായാന്മ പ്രമദഃ. സ്വാധ്യായത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സീഹി. സത്യാന്ന പ്രമദിതവ്യം ധർമാന്ന പ്രമദിതവ്യം കുശലാന്ന പ്രമദിതവ്യം ഭൂത്യൈന പ്രമദിതവ്യം സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം. മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ. ഇത്രയും ഉപദേശങ്ങൾ ഉപനിഷത്തുകളിൽ ഗുരു ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതാണ്. സത്യത്തിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല, ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല. കുശലാന്ന പ്രമദിതവ്യം, കുശലത്തിൽ നിന്ന് ക്ഷേമത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല, സ്വാധ്യായത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. ദേവപിതൃകാര്യാഭ്യം ന പ്രമിതവ്യം, ഈശ്വര കാര്യത്തിലും പൂർവികരായിരിക്കുന്ന വ്യക്തികളുടെ കാര്യത്തിലും ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. അതിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല. മാതാവിനെ ദൈവമായിട്ട് കാണണം, ദൈവം എന്ന പോലെ കാണണം. പിതാവിനെ ദൈവമായിട്ട് കാണണം, ആചാര്യനെ ദേവനായിട്ട് കാണണം, അതിഥിയെ ദേവനായിട്ട് കാണണം എന്ന് പഠിപ്പിക്കുന്നു. ശരിക്കും ഉപനിഷത്തിൽ പറഞ്ഞ അതിൻ്റെ സംഗ്രഹമാണ് ഗുരു എടുത്തിരിക്കുന്നത്. വദേ സത്യം ചരേ ധർമ്മം, സത്യം പറയണം, ധർമ്മം ചരിക്കണം. സ്വാധ്യായം നിരന്തരം ആധ്യാത്മിക ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വ്യാപൃതമായിരിക്കണം.
അവ ആചരിക്കുകയും ചെയ്യണം. കുശലാത് സത്യധർമാഭ്യാം ന പ്രമാദ്യേത്. സത്യധർമ്മത്തിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കാൻ പാടില്ല എന്ന് ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗുരുവിൻ്റെ ഉപദേശം ശിഷ്യൻ സ്വീകരിക്കുന്നു. കാരണം ഗുരുവിൽ ശിഷ്യന് വലിയ വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ അടിസ്ഥാനം തന്നെ. അതുകൊണ്ട് തന്നെ ഗുരുവിലുള്ള ശ്രദ്ധയും വിശ്വാസവും ഒരു ശിഷ്യനിൽ വളർന്നിരിക്കുന്നത് കൊണ്ട് ഗുരു പറയുന്നത് അനുസരിക്കാനായിട്ട് ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല. അപ്പം ബ്രഹ്മചര്യ കാലഘട്ടത്തിലൂടെ ഒരു കുഞ്ഞിനെ മോൾഡ് ചെയ്തെടുക്കുകയാണ് ഗുരു ചെയ്യുന്നത്. അവന് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ ഒരു താങ്ങായി തണലായിട്ട് വികസിപ്പിച്ചെടുക്കുന്നതിൽ ഗുരു ചെലുത്തുന്ന സ്വാധീനം അനിതര സാധാരണമാണ്. ഇന്ന് ഒരു ഗുരുവിനും ഒരു അധ്യാപകനും ഒരു ടീച്ചർക്കും ഒരു കുട്ടിയിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പാപ്പരത്വമാണ്. ഏതൊരു അധ്യാപകന് ഒരു ശിഷ്യനിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നു, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ വ്യക്തിത്വത്തിൻ്റെ സ്വാധീനം എന്ന് പറയും. ഒരു അധ്യാപകൻ്റെ ടീച്ചിങ്ങിൻ്റെ സ്വാധീനമല്ല, ആ അധ്യാപകൻ്റെ ഒരു ടീച്ചറുടെ ഒരു ഗുരുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സ്വാധീനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ വ്യക്തിത്വം കുട്ടികൾ സ്വാംശീകരിക്കാൻ തുടങ്ങും. എനിക്കും ഗുരുവിനെ പോലെ ലോകത്തിന് വെളിച്ചം പകരുന്ന, അറിവ് പകരുന്ന ഒരു ജീവിതം നയിക്കാൻ കഴിയണം എന്ന് കുട്ടികൾ ആഗ്രഹിക്കും. അത് ആണ് കുട്ടികളുടെ ഹീറോയിസം ഒരു ഗുരുവിൽ നിക്ഷിപ്തമായിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗുരുവിൽ നിക്ഷിപ്തമായ ഒരു ഹീറോയിസം കുട്ടികളിൽ വളരുകയാണെങ്കിൽ അവർ ഗുരുവിലേക്ക് എത്തിച്ചേരാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ മനസ്സിൽ രൂപപ്പെടുന്ന ഹീറോയിസം ഏതെങ്കിലും ഒരു സിനിമയിൽ എന്തെങ്കിലും കോപ്രായം കാണിക്കുകയോ കോമാളിത്തരം കാണിക്കുകയോ ചെയ്യുന്ന ഒരു നടൻ്റെ പിൻഗാമിയായി തീരാനാണ് പലരും ആഗ്രഹിക്കുന്നത്. ആ നടൻ എന്ന് പറയുന്നത് സിനിമകളിൽ മാത്രം കാണിക്കുന്ന വ്യക്തിത്വമാണ്. സിനിമകളിൽ മാത്രം കാണിക്കുന്ന വ്യക്തിത്വവും നടനെന്ന വ്യക്തിയുടെ സ്വന്തം ജീവിതത്തിൻ്റെ വ്യക്തിത്വവും തമ്മിലുള്ള അന്തരം വലുതാണ്. അങ്ങനെ ലോകത്ത് നമുക്ക് ഗുരുവിൻ്റെ ഈ ഉപദേശത്തിൽ നിന്ന് സംശീകരിക്കാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്.